അവർക്കും അത് ശുശ്രൂഷിക്കാൻ അവസരമൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് അവർക്കൊക്കെ ഒരു സന്തോഷമായിരിക്കും. തുടർന്നുള്ള ദൈവനെ ശുശ്രൂഷിക്ക് വേണ്ടി കർത്താവിന്റെ ആവശ്യമായിരിക്കും. ദൈവം നാമം ഈ പലക്കാലം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ഇങ്ങനെ കർത്താവിന്റെ ജലാരിപ്പാൻ ഈ കൂട്ടായ്മയിൽ പങ്കെടുപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിന്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിയമ സർവേ നോട്ടിൽ പങ്കെടുക്കാൻ നിൽക്കുന്നത് ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കെടുക്കാൻ കർത്താവിന് ശരണപ്പെടുന്നു. സമയം മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ. എല്ലാവരും ദേവാസിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ അധിക സമയം ഞാൻ ആഗ്രഹിക്കുന്നത് ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച കർത്താവിനിരിക്കാൻ ശരണപ്പെടുന്നു. ആധാരമായി ലൂക്കോസ് ശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം 13-14 വാക്യം ആവശ്യമാണ്. ലൂക്കോസ് ശേഷം 7-ാം അധ്യായം അതിന്റെ 13-14. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സിലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൾ അടുത്ത് എന്ന് മനുഷ്യൻ തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാലിക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. നമുക്ക് ചരിത്രപരമൊക്കെ അറിയാം. 9 പട്ടണത്തിലെ ഒരു വിധവയുടെ മകൻ ലഭിക്കുന്ന ഒരു വിടുതലാണ് അതിന്റെ പ്രധാനമായ കാതലായ വിഷയം. ലൂക്കോസ് പഠിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്കും അപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്ത ഒരു അനുഗ്രഹീത ദൈവദാസനാണ് വൈദ്യനായ ലൂക്കോസ്. മറ്റിതര സുവിശേഷങ്ങളിൽ നിന്ന് മത്തായി ഒന്നും കൂടെ യേശുക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ മാർക്കോസ് യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തിനും അപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിനും യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോയ ഒരു ദൈവദാസനാണ് വൈദ്യനായ ലൂക്കോസ്. നമുക്ക് ചരിത്രപഠനം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം നയീൻ പട്ടണം അല്ലെ, നാം പലവാർക്കും കേട്ട ചിന്തകളായിരിക്കാം. നയീൻ പട്ടണം എന്താ നയീൻ പട്ടണത്തിന്റെ പ്രത്യേകത? നയീൻ പട്ടണം മനോഹരം അല്ലേ? ബ്ലോസം എന്നാ പറയുന്നത് ഇംഗ്ലീഷ്. ബ്ലോസം പ്ലേസ് എന്ന് വെച്ചാൽ എന്താ? അവിടെ ഗ്രീനിഷ് ആയ സ്ഥലം, ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് എന്ത്? നയീൻ പട്ടണം. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 2 പ്രധാനമായ ഇൻസിഡന്റ് കാണാം. 2 പ്രധാനമായ സംഭവ വികാസം നടക്കുന്നുണ്ട്. എന്തെന്തുവാ? അതിന് മുമ്പത്തെ വാക്യം വായിക്കുമ്പോൾ എന്താ കാണുന്നേ? ഒന്ന്, ഒരു വിധവയുടെ മകൻ എന്ത് ചെയ്തു? മരിച്ചു. എങ്ങോട്ട് പോകുന്നു? പട്ടണത്തിന്റെ പുറത്തേക്ക് അല്ലേ? പിന്നെ വേറൊരു കൂട്ടരുണ്ട്. എങ്ങോട്ട് വരുന്നു? എവിടുന്നാ വരുന്നേ? പട്ടണത്തിന് പുറത്തു വന്ന് കുറച്ച് മുമ്പോട്ട് പറയുകയാണെങ്കിൽ കവർന്ന ഭൂമിയിൽ നിന്ന് എങ്ങോട്ട് വരുക? നയീൻ പട്ടണത്തിലേക്ക് വരുന്ന ഒരു ടീം അല്ലേ? ആ ടീമിന്റെ പ്രത്യേകത നമുക്കറിയാം. ഒന്നെന്തായിരിക്കും? വിലാപത്തിന്റെ അല്ലെ, കരച്ചിലിന്റെ, വേദനയുടെ ഒക്കെ ഒരു അവസ്ഥയാണ് ഒന്നാം കൂട്ടരുടെ പ്രത്യേകത. പക്ഷെ മറ്റു കൂട്ടർ അങ്ങനെയല്ല. എങ്ങനെ വരുന്നേ? യേശു കൂടെ ആണെങ്കിൽ അവിടെ എന്ത് കാണും? സന്തോഷവും ആനന്ദവും ഒക്കെ ആയിട്ട് യേശുവിനെ കേൾക്കാനും യേശുവിനെ ലഭിക്കാനും ഒക്കെ ആയിട്ടുള്ള പല കൂട്ടർ ഉണ്ട് അല്ലേ? മുമ്പോട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ എവിടെ എത്തി അവർ രണ്ടുപേരും? യഹൂദന്റെ പശ്ചാത്തലം പഠിച്ചാൽ, യഹൂദ ജനതയുടെ പശ്ചാത്തലം പഠിച്ചാൽ പട്ടണത്തിന്റെ പുറത്തെന്ന് പറഞ്ഞ എന്താ? പട്ടണത്തിന്റെ പുറത്താണ് സാധാരണ യഹൂദന്മാർ എന്ത് ചെയ്യുന്നത്? കുഴിച്ചിടുന്നത്. പട്ടണത്തിൽ പരിപാടിയില്ല, ഉള്ളിൽ പരിപാടിയില്ല. പട്ടണത്തിനുള്ളിൽ ആലയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പട്ടണത്തിന് പുറത്താണ് യഹൂദ പശ്ചാത്തലം പഠിച്ചാൽ എന്ത്? ശവട ക്രൂശിലൊക്കെ എവിടെയാ? പുറത്തെ കാറെന്നറിയാമോ? നമുക്കറിയാം ഈ ഭൂതങ്ങൾ എന്ത് നടക്കും? ഊടാടി സഞ്ചരിക്കും എന്നുള്ള ഒരു ചിന്ത യഹൂദന്മാർക്കുള്ളതുകൊണ്ട് പട്ടണത്തിനുള്ളിൽ എന്ത് ചെയ്യത്തില്ല? പേടിയാ അവർക്ക്. അതുകൊണ്ട് എവിടെ കൊണ്ടുപോകും? പട്ടണവാതിലിന് പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യും? ഈ പരിപാടിയൊക്കെ നടത്തും. അവിടെ നടന്നോട്ടെ, കുഴപ്പമില്ല. ഇവിടെ വേണ്ട. ഓക്കെ, ഇപ്പോൾ ഒരു ടീം എവിടുന്ന് വരുന്നു? ഒരു ബ്ലോസം അനുഭവത്തിൽ നിന്ന് കരച്ചിലോടെ പുറത്തോട്ട് വരുന്നു. ഇപ്പുറത്ത് കരച്ചിലിന്റെ അനുഭവം ആകേണ്ട സ്ഥലത്ത് നിന്ന് ഒരു ടീം അങ്ങോട്ട് വരുക. ഈ നയീൻ പട്ടണത്തിൽ വരും, ആഘോഷമായിട്ട് വരുന്നു. നമ്മളിപ്പോ നമ്മുടെ ജീവിതാനുഭവം ഇതിലേതാ നിൽക്കുന്നേ? നാം തിരഞ്ഞെടുക്കപ്പെട്ടതും കർത്താവിനെ അറിഞ്ഞതും എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഒരു സന്തോഷ അവസ്ഥ. നമ്മൾ എവിടെയായിരുന്നു? നമ്മുടെ പശ്ചാത്തലം പരാജയമായിരുന്നു, അവിടെ വേദനയായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ എന്തായി? ആ പരാജയങ്ങളും അതൊക്കെ വിജയമായി മാറി ആഘോഷമായി മുമ്പോട്ട് പോകുന്ന ഒന്ന്.
പക്ഷേ ആഘോഷിക്കുന്ന സ്ഥലത്ത് നിന്ന്, നീ നന്മയുള്ള സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ബ്ലോസമായ സ്ഥലത്ത് നിന്ന് ഒരു കൂട്ടം എവിടെ വരുന്നു? ദുഃഖവുമായിട്ട് വരുന്നു. രണ്ടും കൂട്ടിമുള്ള സ്ഥലമാ പട്ടണം. സ്ത്രീയോട് ചോദിച്ചാൽ ഈ പട്ടണവാതിൽ ഏറ്റവും സുപ്രധാനമായ സ്ഥലമാണ്. ഇതിന്റെ അപ്പുറത്ത് എന്തില്ല? പ്രതീക്ഷകൾക്ക് ഒരു സാധ്യതയില്ല. ഭർത്താവ് നഷ്ടപ്പെട്ടു, ഏക പ്രതീക്ഷയായിരുന്ന മകനും പോയി, എല്ലാം പോയി. ഒരു പക്ഷേ കണ്ണുനീരിന്റെ അല്ലെങ്കിൽ ഒക്കെ അപ്പുറത്ത് ഒരു പക്ഷെ കുറ്റപ്പെടുന്ന ഒരാൾ കാണുമായിരിക്കാം. ഇത് ദൈവനീതി ആയിരിക്കാം. ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞ ആളും കാണും കേട്ടോ. നമുക്ക് തിന്മ ഉണ്ടാകുമ്പോൾ അതങ്ങനെ വേണം, നിന്റെ കയ്യിൽ തങ്ങനായെന്ന് പറയുന്ന ഒരു കൂട്ടർ നമ്മുടെ കൂടുതലുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇന്നും ഉണ്ട്, അന്നും ഉണ്ടാവണം. ഞാൻ ചിന്തിക്കുക. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്ത് പറയും? അത് അവൻ ചെയ്ത പാപം ഇരിക്കട്ടെ, ദൈവമോ എന്ന് പറയുന്ന ടീം കാണുമായിരിക്കാം. ഒരു പക്ഷെ കുറച്ചാൾ പറയും, അയ്യോ പാപം കേട്ടോ, എല്ലാം തീർന്നല്ലോ, ഇനി എങ്ങനെ ആകുമെന്ന് വിലപിക്കുന്ന അല്ലെങ്കിൽ സ്വാന്തനിപ്പിക്കുന്ന ഒരാൾക്കാരും കണ്ടേക്കാം. ഈ കുത്തുവാക്കുകളും ഈ വേദനിപ്പിക്കുന്ന സ്വരങ്ങളും ഒക്കെ ഒരുപാട് വേദനയോടെ എല്ലാ പ്രതീക്ഷയും അച്ഛ മുമ്പോട്ട് പോകുന്ന സ്ത്രീയും ഈ ഒരു കൂട്ടർ. പക്ഷേ ഇത് കണ്ട ഒരു ദൈവമുണ്ട്. ഇത് കണ്ട ഒരു കർത്താവുണ്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ആ ഒരു ടൈമിങ് ചിന്തിക്കണം കേട്ടോ. സ്ത്രീക്ക് ഈ പട്ടണവാതിൽ തന്റെ അവസാന പടിയ. സ്ത്രീക്ക് അപ്പുറത്ത് വരുന്ന യേശുക്രിസ്തുവിന്റെ ആ വരം ഓർക്കണമേ. കൃത്യം പട്ടണവാതിക്കൽ സ്ത്രീയുടെ അവസാന പടിയായപ്പോൾ ഇതാ വരുന്നു ഒരു കൂട്ടർ. ദൈവത്തിന്റെ പൈതലെ ഓർക്കണം, എല്ലാ പ്രതീക്ഷയും അവസാനിക്കുന്ന സ്ഥലത്ത് ഒരുവൻ വരും കേട്ടോ. ഒരുവൻ വരുന്നുണ്ട്. നിന്റെ ആവശ്യം അറിഞ്ഞ്, നിന്റെ പരാജയം അറിഞ്ഞിട്ട്, നീ നിന്നെ അറിഞ്ഞിട്ട്, നിന്റെ കുത്തുവാക്കുകൾ അറിഞ്ഞിട്ട്, വേദനിക്കുന്ന ഹൃദയം അറിഞ്ഞിട്ട് ഒരുവൻ വരുന്നുണ്ട് നിന്നെ വിടുവിക്കുക. ഇതിന്റെ അപ്പുറത്ത് ഇല്ല കർത്താവേ, ഒരു സാധ്യതയില്ലെന്ന് ചിന്തിക്കുന്ന ദൈവമക്കളെ, എനിക്ക് പറയാനുണ്ട്, ഒരുവൻ വരുന്നുണ്ട്. നിന്റെ പട്ടണവാതിൽ, നിന്റെ അവസാന സമയത്ത്, നിന്റെ അവസാന പോയിന്റിൽ ഒരുവൻ വരുന്നുണ്ട്. നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ ഒരുവൻ വരുന്നുണ്ട്. അവൻ സമയം മാറത്തില്ല. ആ ദൈവത്തിന് കാലം മാറത്തില്ല. അവന് സമയത്തിന് ചിട്ടമുണ്ട്. അവനറിയാം, ഇതേ ഉള്ളൂ സ്ത്രീയുടെ അവസാന സമയം. ഇതിനപ്പുറത്തെ മണ്ണിടാനെ സ്ഥലമുള്ളെന്ന് അറിയുന്ന ദൈവം അതത് സമയത്ത് തക്ക സമയത്ത് ഹല്ലേലൂയ, തക്ക സമയത്ത് പടിവാതിൽക്കൽ ഗേറ്റിൽ നിനക്ക് വേണ്ടി നിൽപ്പുണ്ട്. സ്വതന്ത്ര വിശ്വാസമുണ്ട്. പ്രതീക്ഷ കത്തിപ്പോകുന്ന സ്ഥലത്ത് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസ, ദൈവത്തിന്റെ മകളെ, പരിഹാസത്തിന് നിന്നിവിടെയും വാക്കുകൾ ദൈവത്തിന്റെ പല്ലല് ഒന്ന് പറയാനുണ്ട്. പരിഹാസം എന്തുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തുണ്ട് കേട്ടോ. നിന്റെ ലോകത്തിന് എന്തുണ്ട് കേട്ടോ. നിന്റെ പ്രതീക്ഷിച്ച ഭംഗത്തിന് എന്തുണ്ട് കേട്ടോ. പ്രതീക്ഷ ഭംഗം വരുത്താതെ പ്രതീക്ഷിച്ച ഉത്തരം നൽകുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. പടിവാതിൽക്കളിൽ, പട്ടണവാതിൽക്കളിൽ അവൻ വരുന്നുണ്ട്. നിന്നെ സാന്ത്വനപ്പെടുത്തുവാൻ, നിന്നെ മാറോട് ചേർക്കുവാൻ, നിന്റെ ആവശ്യം അറിഞ്ഞിട്ട് പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരു നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇനി കുറച്ചുകൂടെ പഠിക്കുകയാണെങ്കിൽ, പട്ടണം പഠിക്കുകയാണെങ്കിൽ, നയീൻ പട്ടണത്തിൽ ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്കത് പഠിക്കുന്നില്ല. ഇവരെ പഠിക്കുകയാണെങ്കിൽ നയീൻ പട്ടണത്തിൽ ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്തിട്ടില്ല. ഏതും ചെയ്തിട്ടില്ല. ഈ യാത്രയിൽ ഒരുവിന് വേണ്ടി മാത്രം, ഒരു വിധയ്ക്ക് വേണ്ടി മാത്രം പട്ടണവാതിൽക്കിലേക്ക് എത്തിയ ഒരു യേശുവിന്റെ സ്നേഹം. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ വാഞ്ച അറിഞ്ഞിട്ട്, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം അറിഞ്ഞിട്ട് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നിനക്ക് വേണ്ടി യാത്ര തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രശ്ന അതിർത്തി കൊണ്ട് കേട്ടോ. അതിർത്തിയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ വേറെ വാക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട. പഠിക്കുകയാണെങ്കിൽ സ്വാന്തനിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കരയണ്ടെന്ന് പറയാൻ ഒരു പക്ഷെ നമുക്ക് പറ്റിയേക്കാം. പക്ഷേ ഈ കര തുടച്ചു മാറ്റുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. മാനുഷിക വാക്കുകൾക്ക്, മാനുഷികമായ അരുളപ്പാടുകൾക്കൊക്കെ
ആമേൻ, ലിമിറ്റേഷൻസ് ഉണ്ട്. ആമേൻ, കരയണ്ടെന്ന് പറയുമ്പോൾ അവളെ മനസ്സിൽ പറയും, എന്തിനാ ഇത് പറയുന്നേ, നിന്റെ മകനെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിക്കാം. പക്ഷേ മകനെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തമ്പുരാനാ പറയുന്നേ, മോനെ കരയണ്ട. ആമേൻ, നിന്റെ അവസ്ഥ അറിഞ്ഞിട്ട് ആമേൻ പട്ടണത്തിലേക്ക് കയറിപ്പോകുന്ന കർത്താവ് എന്ന വാതിലെ സേവിക്കുന്ന കേട്ടോ. നിന്റെ വേദന അറിഞ്ഞിട്ട്, നിന്റെ കണ്ണുനീർ കണ്ടിട്ട്, നിന്റെ പ്രതിസന്ധി കണ്ടിട്ട് മനസ്സറിയുന്ന കമ്പാഷനേറ്റ് ഗോഡ്. അല്ലെങ്കിൽ നമുക്ക് സിമ്പതിയെ പറ്റുള്ളൂ. സിമ്പതിക്ക് എന്നറിയാമോ? നോ ആക്ഷൻ ഓർ റിയാക്ഷൻ. പക്ഷേ കമ്പാഷൻ is an action with sympathy. ആമേൻ, എന്താ ആക്ഷൻ അറിയാമോ? അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു യേശു ക്രിസ്തു. ആമേൻ, നമുക്ക് സിമ്പതി കാണാം. അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ, എന്തുകൊണ്ടാ പറ്റിയേ, സാരമില്ല കേട്ടോ, ഇതൊക്കെ പറയാൻ നമുക്ക് കഴിയാം. പക്ഷേ എന്റെ പ്രശ്നത്തിന് പൂർണ്ണമായി പരിഹാരം തരാൻ കഴിയുന്ന കരയുണ്ടെന്ന് പറയുമ്പോൾ നിന്റെ കരത്തിൽ മാറ്റി അത് വിലാപത്തെ മാറ്റി നൃത്തമാക്കുന്ന ഒരു തമ്പുരാനാണ് നാം സേവിക്കുന്നത്. ആമേൻ, ഒന്നുകൂടെ കേറി അങ്ങ് പറഞ്ഞാൽ, നയിൻ പട്ടണത്ത് വരുമ്പോൾ നിന്നയുടെ വാക്കുമായി തിരിച്ചു വന്നെങ്കിൽ തിരിച്ചു പോകുമ്പോ ഉണ്ടല്ലോ ഒരുവേളും കൂടെയുണ്ട്. ഹല്ലേലൂയ. വന്നതുപോലെ അല്ല അവൻ പോകുന്നത്, വന്നതുപോലെ അവള് പോകുന്നത്, മറിച്ച് നൃത്തമായി തിരിച്ചു പോവുക. എവിടെ പോകുന്നറിയാമോ? അവൾ അതേ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ പള്ളി നിന്നെ എവിടെ നിന്ദിക്കപ്പെട്ടുവോ, നീ എവിടെ കരച്ച് അനുഭവിച്ചുവോ അതേ സ്ഥലത്തേക്ക് നൃത്തത്തിന്റെ ഘോഷവുമായി ആനന്ദത്തിന്റെ ഘോഷവുമായി തിരിച്ചു കൊണ്ടുവന്ന് നിന്നെ മാനിക്കാൻ കഴിയുന്ന ഒരു തമ്പുരാനാണ് നമ്മുടെ ദൈവം. Praise the Lord. Hallelujah. അവൻ വെറുതെ വിടത്തില്ല കേട്ടോ, തിരിച്ച് വിലാവായിട്ട് പോകാൻ സമ്മതിക്കത്തില്ല. ആമേൻ, അവൻ തിരിച്ചു നിനക്ക് വേദനയോടെ പോകാൻ സമ്മതിക്കത്തില്ല, ഒറ്റപ്പെട്ട് പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. തിരിച്ചു പോകുന്നെങ്കിൽ തിരിച്ചവന്റെ തന്നത്തെ അവൻ കൊണ്ടുപോവുകയുള്ളൂ. ഹല്ലേലൂയ. ആശ്രയിക്കാൻ കഴിയുമോ? ആമേൻ, ആശ്രയിക്കാൻ കഴിയുമോ? അവൻ പ്രവർത്തിക്കാൻ സർവശക്തനായ ദൈവമാണ്. ആമേൻ, നമ്മുടെ വായിക്കുകയാണെങ്കിൽ തന്റെ പ്രവൃത്തി, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി കുറിച്ച് പഠിക്കാൻ സമയം പോയി കഴിഞ്ഞു. യേശുക്രിസ്തു കുറിച്ച് പ്രവൃത്തി ചിന്തിക്കുകയാണെങ്കിൽ എന്താ അവിടെ ചെയ്തത്? എങ്ങനെയാ, എങ്ങനെ അത്ഭുതം ചെയ്തേ? അടുത്ത് എന്ത് ചെയ്തു? എന്താ നോട്ടെ, മഞ്ചൽ തൊട്ടു, എത്തിയാണോ നോട്ടെ? അല്ല, ഒരു വ്യത്യസ്തമായ, ആമേൻ, ഇതുവരെയും കാണാത്ത, ഇതുവരെയും ആ സ്ത്രീ ജീവിതത്തിൽ കേൾക്കാത്ത ഒരു വ്യത്യസ്തമായ മണ്ഡലത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് ദൈവം തിരിച്ചു കൊടുത്തു. ആമേൻ. പലപ്പോഴും നീ ചോദിക്കുക എങ്ങനെ? ആമേൻ, പലപ്പോഴും നിന്റെ പ്രശ്നം മുമ്പിൽ കണ്ടിട്ട്, കടബാധ മുമ്പിൽ കണ്ടിട്ട്, കുട്ടികളെ ഭാവി മുമ്പിൽ കണ്ടിട്ട്, ആമേൻ, നാളത്തെ അന്നം മുമ്പിൽ കണ്ടിട്ട് കർത്താവേ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി കൊണ്ട്, നീ കാണാത്ത ഒരു അത്ഭുതം നിന്റെ ജീവിതം ചെയ്തിട്ട്, കാണാത്തമായ വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ട് നിന്നെ മാനിക്കാൻ കഴിയുന്ന ഒരു തമ്പുരാൻ ജീവിക്കുന്നുണ്ട്. ആമേൻ. വാക്കൊന്നും പറഞ്ഞില്ല, ആമേൻ, തുടരേണ്ട ആവശ്യം വന്നില്ല. നീ കാണാത്ത ഒരു അത്ഭുതം, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അവൻ സർവശക്തനാണ്. ആമേൻ. കാണാത്ത വ്യത്യസ്തമായ അനുഭവത്തിലൂടെ നിന്നെ നടത്തി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. എന്നിട്ട് പറഞ്ഞു, അടുത്ത ആട് വായിക്കുമ്പോൾ എന്താ പറയുന്നേ? തൊട്ടു, സൗഖ്യമായി, എഴുന്നേറ്റിരുന്നു, സംസാരിച്ചു, അമ്മയ്ക്ക് തിരികെ കൊടുത്തു. നഷ്ടപ്പെട്ടതിനെ മടക്കി നൽകുന്ന ഒരു തമ്പുരാനുണ്ട് കേട്ടോ. നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ, എന്തൊക്കെ വിട്ടുപോയോ, എന്തൊക്കെയാണ് നിനക്ക് നഷ്ടപ്പെട്ടത്, അതൊക്കെ തിരിച്ചു നൽകുന്ന ഒരു യേശുവിനെയാണ് നാം സേവിക്കുന്നത്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ, നിന്റെ ലാസ്റ്റ് പോയിന്റിൽ, ആമേൻ, 18 അല്ലെങ്കിൽ അല്ലെങ്കിൽ നെല്ലിപ്പലക കാണുന്ന അവസ്ഥയിൽ, അല്ല ലാസ്റ്റ് പോയിന്റിൽ ഈ ഒരു പ്രതീക്ഷ ചിന്തിക്കുന്ന അവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തമ്പുരാൻ, ഒരു യേശു ജീവിക്കുന്നുണ്ട്. ആമേൻ. നഷ്ടപ്പെടാൻ തിരിച്ചു നൽകുന്ന ഒരു യേശു ജീവിക്കുന്നുണ്ട്. നിന്നെ കണ്ടിട്ട് വഴിമാറിപ്പോകുന്ന ദൈവമല്ല, മറിച്ച് നിനക്ക് മനസ്സറിയുന്ന ഒരു തമ്പുരാൻ ജീവിക്കുന്നുണ്ട്. ആമേൻ. നഷ്ടപ്പെടാൻ തിരിച്ചു കൊടുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഈ കഥാൽ നമുക്ക് ആശ്രയിക്കാം. ആമേൻ. ഈ പട്ടണത്തിലെ വേദന അവിടെ വന്ന ഒന്നിനെ സന്തോഷത്തോടെ മടക്കി അയച്ചെങ്കിൽ, വേദനയോടെ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മകനെ നിന്നെ സന്തോഷത്തോടെ പഠിക്കാൻ കഴിയുന്ന ഒരു തമ്പുരാൻ ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വാസത്തെ ഏറ്റെടുക്കുക. കഥാൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, ഞാൻ അനുസരണം പ്രാപിക്കുന്നു. ഒരു വിഷയം എന്തുമാകട്ടെ, ആമേ, ഒരു പക്ഷെ നിന്റെ ചിന്തകൾക്കും ബുദ്ധിക്കും അതീതമായിരിക്കാം, നിന്റെ പ്രശ്നം നിന്റെ ബുദ്ധിക്ക് അപ്പുറത്തായിരിക്കാം. ഈ പഠനത്തിലെ വിധിയോട് ചോദിക്കുക, എന്താ സാധ്യത? ജീവനറ്റു പോയില്ലേ? ആമേൻ. എന്റെ അന്നം എന്തായി തീരും? ആമേൻ. അസാധ്യമായ ചോദ്യമാണ്, എങ്ങനെ ഈ പൈതൽ ഇനി ജീവിക്കും? പക്ഷെ യേശുവിന് മുമ്പിൽ ഒന്നും അസാധ്യമായിട്ടില്ല.
ആമേൻ. നമുക്ക് അപ്രതീക്ഷിതമാണെങ്കിൽ, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു യേശു ഉണ്ട് കേട്ടോ. ഇതിന്റെ പകൽ അവൻ ഈ രാത്രി അവൻ ആശ്രയിക്കും. ഏത് പ്രശ്നമാകട്ടെ, ഏത് പ്രതിസന്ധിയുമാകട്ടെ, മരണത്തിന് അതിനപ്പുറത്തൊരു പ്രതിസന്ധി ഇല്ലല്ലോ. മരണമാണ് ഏറ്റവും അതുപോലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു യേശുവാണ് ഞാൻ സേവിക്കുന്ന യേശു. കല്ലടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മാത്രം ഹല്ലേലൂയ. നിന്റെ പ്രശ്നം അറിഞ്ഞിട്ട് ഇന്ന് രാത്രി അവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നവീൻ പട്ടണത്തിൽ വേറെ ശുശ്രൂഷ യേശു ഈ യാത്ര ചെയ്തിട്ടില്ല. ഒരു യാത്ര ഒന്നിനു വേണ്ടി മാത്രം. ആമേൻ. വിലപിച്ച് കരയുന്ന, കുത്തുവാക്കേട്ട് വിലപിക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി പട്ടണവാതിൽക്കൽ ആമേൻ നിൽക്കുന്ന വരുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. നിന്റെ എൻഡ് പോയിന്റിൽ സാധ്യതകളൊക്കെ അസ്തമിക്കാൻ പോകുന്ന അതേ സമയത്ത് യേശു നിനക്ക് വേണ്ടി വരുന്നുണ്ട്. ആമേൻ. അവൻ നിന്നെ കണ്ട് മനസ്സലിയും. അതാണ് നമ്മുടെ യേശു. നഷ്ടപ്പെടുത്തിരിച്ചു നൽകുന്നവരാണ് നമ്മുടെ യേശു. ആമേൻ. പിതാവ് വ്യക്തമാക്കി നിന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന നിന്നിച്ച സ്ഥാനത്ത് നിന്നെ തിരിച്ചു കൊണ്ടുപോയി. ആമേൻ. നിന്നിച്ചയുടെ മുമ്പാകെ മാനിക്കുന്ന ഒരു യേശുവാണ് നമ്മുടെ യേശു. നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവേ ഈ കർത്താവിൽ ആശ്രയിക്കുവാൻ, എന്നെ ഏത് പ്രതിസന്ധിയിലും ഈ കർത്താവിൽ ശരണം പ്രാപിക്കാനുള്ള ദൈവത്തിന്റെ കൃപ നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവേ നൽകണമേ. ഓ ഹല്ലേലൂയ. ആ വിശ്വാസം നൽകണമേ കർത്താവേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, നല്ല സമയത്തിന് സ്തോത്രം ചെയ്യുന്നു. നയീൻ പട്ടണത്തിന്റെ വിധേയയുടെ ആവശ്യമറിഞ്ഞ് അവൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച തമ്പുരാനെ, ആമേൻ. ഹല്ലേലൂയ. തന്റെ അവസാന സമയത്ത് ഹല്ലേലൂയ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കാൻ പോകുന്ന ആ പോയെങ്കിൽ അവൾക്ക് വേണ്ടി പ്രവർത്തിച്ച തമ്പുരാനെ, ഞാനിത് അവരുടെ മുഖത്തേക്ക് നോക്കുന്നു. പ്രതീക്ഷയൊക്കെ അറ്റുപോയ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ശരണം പ്രാപിക്കുന്നു. വ്യത്യസ്തമായ അത്ഭുതം നൽകി വിടുവിക്കാൻ ശക്തനായ ദൈവത്തിലെ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങ് ശരണം പ്രാപിക്കുന്നു. നഷ്ടപ്പെട്ടവൻ തിരിച്ചറിയാൻ കഴിയുന്ന ദൈവത്തിനായി ആശ്രയിക്കുന്നത് കർത്താവേ, ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. എന്നെ സഹായിക്കണമേ കർത്താവ്. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രശ്നത്തിൽ അംഗീകരിക്കുക ദൈവത്തിന്റെ കൃപയുടെ മേൽ പകരണമേ. ഞങ്ങളുടെ പ്രശ്ന നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. പ്രാർത്ഥനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ഇവ ഞങ്ങളെ നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുനീരാവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. കണ്ണുനീരാവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. എന്റെ കാൽവരി നായകനേശു മതി, എന്റെ പാപങ്ങളകറ്റിടുവാൻ. എന്റെ കാൽവരി നായകനേശു മതി, എന്റെ പാപങ്ങളകറ്റിടുവാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിലും നാമമതി സ്തുതി